നമസ്കാരം. ഗാസയിൽ 60 ദിവസത്തെ വെടിനിർത്തലിന് അനുകൂല നിലപാടുമായി ഹമാസ്. വെടിനിർത്തൽ സംബന്ധിച്ചുള്ള ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറാണെന്ന് മധ്യസ്ഥ ചർച്ചകളിൽ പങ്കാളികളായ ഈജിപ്തിനെയും ഖത്തറിനെയും ഹമാസ് അറിയിച്ചു. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സമ്പൂർണ്ണ വെടിനിർത്തലിലേക്ക് നയിക്കണമെന്ന ആവശ്യം ഹമാസ് മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഹമാസിന്റെ നിർദ്ദേശം ഇസ്രായേൽ ചർച്ച ചെയ്തതിന് ശേഷം മറുപടി അറിയിക്കും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശമാണ് ഹമാസ് അംഗീകരിക്കുന്നത്. 60 ദിവസത്തെ വെടിനിർത്തൽ ഇസ്രായേൽ അംഗീകരിച്ചെന്നും ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ അതിനുശേഷവും ഗസയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. അകാരണമായി ഇസ്രായേൽ ഫലസ്തീനികളെ കൊന്നൊടുക്കുകയാണെന്നും എത്രയും വേഗം വെടിനിർത്തൽ കൊണ്ടുവരുന്നതിന് സമ്മതമാണെന്നും ഈജിപ്തിനെയും ഖത്തറിനെയുമാണ് ഹമാസ് അറിയിച്ചത്. സ്ഥിരമായ വെടിനിർത്തലിന് വഴിതെളിക്കുന്ന കരാറിലേക്ക് എത്തിച്ചേരുന്നതാവണം നിലവിലെ വ്യവസ്ഥകളെന്നും രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കണമെന്നും ഹമാസിന്റെ സഖ്യകക്ഷിയായ ഇസ്ലാമിക് ജിഹാദും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. വെടിനിർത്തൽ സമയത്ത് എല്ലാവരുമായി ചർച്ച നടത്തുമെന്നും ഗസയിൽ ശാശ്വത സമാധാനം സ്ഥാപിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ചർച്ചയ്ക്ക് ഹമാസ് അനുകൂല നിലപാട് സ്വീകരിച്ചതോടെ ഖത്തറിന്റെയും ഈജിപ്തിന്റെയും പ്രതിനിധികൾ ട്രംപുമായി ചർച്ച നടത്തിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഹമാസ് ഇസ്രായേൽ വെടിനിർത്തൽ കരാർ വൈകാതെ പ്രാബല്യത്തിൽ വരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഹമാസ് ഒരു ശത്രുവെന്ന് പറയാനാകാത്ത വിധം നശിപ്പിച്ചു കളഞ്ഞുവെന്നും സൈന്യത്തിന്റെ പക്കലാണ് നിയന്ത്രണമെന്നും ഇസ്രായേൽ സൈനിക വക്താവ് വ്യക്തമാക്കിയിരുന്നു. ഹമാസിന്റെ പിടിയിലുള്ള ബന്ധികളെ പൂർണ്ണമായി മോചിപ്പിക്കുന്നതുവരെ നടപടികൾ തുടരുമെന്നും സൈന്യം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതിനിടെ ഗസയിൽ ഇസ്രായേൽ സൈന്യം തുടരുന്ന ആക്രമണങ്ങളിൽ 6 ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും 10 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഫലസ്തീനികൾ കൂട്ടമായി കഴിയുന്ന ടെന്റുകൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിലാണ് ആളുകൾ കൊല്ലപ്പെട്ടത്. നേരത്തെ 12 ദിവസം നീണ്ട ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ വെടിനിർത്തൽ നടപ്പാക്കുന്നതിൽ വിജയിച്ചതിന് പിറകെ ഗസയിലും സമാധാന ശ്രമങ്ങൾക്ക് US രംഗത്തെത്തിയിരുന്നു. ഒരാഴ്ചയ്ക്കകം ഗസയിൽ വെടിനിർത്തൽ നടപ്പാക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഞായറാഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വാഷിംഗ്ടണിലേക്ക് പോകുന്നുണ്ട്. ഗസയിൽ സമ്പൂർണ്ണ യുദ്ധവിരാമം വേണമെന്ന് ഹമാസ് പറയുമ്പോൾ അത് അംഗീകരിക്കില്ലെന്നാണ് നെതന്യാഹുവിന്റെ നിലവിലെ നിലപാട്. US-ൽ ട്രംപ് നെതന്യാഹു ചർച്ചകൾക്ക് ശേഷം തിങ്കളാഴ്ച വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10 ബന്ധികളെയും 18 മൃതദേഹങ്ങളും ഹമാസ് വിട്ടയക്കുമെന്നും പകരം നിരവധി തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കുമെന്നാണ് കരാർ വ്യവസ്ഥകളിലെ പ്രധാന ഘടകം. ഘട്ടം ഘട്ടമായി ഇസ്രായേൽ സേന ഗസയിൽ നിന്ന് പിന്മാറ്റം ആരംഭിക്കുമെന്നും സൂചനയുണ്ട്. പൂർണ്ണ യുദ്ധവിരാമ ചർച്ചകൾക്ക് അനുബന്ധമായി നടക്കും. 2023 ആക്രമണത്തിൽ 251 പേരെ ഹമാസ് ബന്ധിയാക്കിയതിൽ 50ഓളം പേർ ഇപ്പോഴും ഹമാസ് നിയന്ത്രണത്തിലുണ്ടെന്നാണ് സൂചന. ഇവരിൽ പകുതി പേർ ജീവനോടെയുണ്ട്. ഗസയിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ കടത്തിവിടുന്നതിലെ നിയന്ത്രണം അവസാനിപ്പിക്കണമെന്ന ഹമാസ് ആവശ്യവും പരിഗണനയിലുണ്ട്. എന്തായാലും ഗസയിൽ 60 ദിവസത്തെ വെടിനിർത്തലിന് അനുകൂല നിലപാടുമായി ഹമാസ് രംഗത്ത് വന്നിരിക്കുകയാണ്. വെടിനിർത്തൽ സംബന്ധിച്ചുള്ള ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറാണെന്ന് മധ്യസ്ഥ ചർച്ചകളിൽ പങ്കാളികളായ ഈജിപ്തിനെയും ഖത്തറിനെയും ഹമാസ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സമ്പൂർണ്ണ വെടിനിർത്തലിലേക്ക് നയിക്കണമെന്ന ആവശ്യം ഹമാസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഹമാസിന്റെ നിർദ്ദേശം ഇസ്രായേൽ ചർച്ച ചെയ്തതിനു ശേഷം മറുപടി അറിയിക്കുമെന്നാണ് അറിയുന്നത്.